നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. VPR കിച്ചൺ യൂട്യൂബിൽ ഏതാണ്ട് 4 വർഷം കൊണ്ട് 400ഓളം വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ചാനലിൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു രോഗം മൂലം ഞാനങ്ങോട്ട് ഡൗണായി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. രോഗമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രോഗം, 24 മണിക്കൂറും വേദനയുള്ളൊരു രോഗം. കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടായിട്ട് ഒരു 5-8 വർഷമായി. അത് ഇടയ്ക്ക് ഒന്ന് പൊട്ടും, മുറിവുണ്ടാവും, പിന്നെ കുറേ നാൾ ചികിത്സിക്കും, അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ 2 കൊല്ലം മുമ്പ് ഒരു മുറിവുണ്ടായിട്ട് ഈ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായി. നിരവധിയായിട്ടുള്ള ചികിത്സകൾ, ആയുർവേദം മുതൽ അലോപ്പതി മുതൽ നമുക്ക് ലഭ്യമാകുന്ന മിക്കവാറുമുള്ള എല്ലാ ചികിത്സയും ചെയ്തു നോക്കി, രക്ഷയില്ല. ഈ മുറിവ് ഉണങ്ങുന്നില്ല. വേദനയെന്ന് പറഞ്ഞാൽ രാത്രി അല്പം പോലും ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ മാസങ്ങളോളം, വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. ഈ വീഡിയോ ഒന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും ഇല്ലാതെ വന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പം നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിനാണ്. ഈ വെരിക്കോസ് വെയിൻ്റെ ചികിത്സ ചങ്ങനാശ്ശേരിയിലും മൂന്നാറിലും തൊടുപുഴയിലും എന്ന് വേണ്ട, എനിക്കറിയാവുന്ന സാമാന്യം കൊള്ളാവുന്ന ഡോക്ടർമാരുടെയൊക്കെ അടുത്ത് പോയി ചികിത്സിച്ചിട്ടും ഒരു ഭേദവും ഉണ്ടായില്ല. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് രാത്രിയിലൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ഭാര്യ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ഒരു പരിചയക്കാരൻ പറഞ്ഞു, ചേട്ടാ, ഇന്നതുപോലെ പാലായിലൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ തീർച്ചയായിട്ടും ഈ അസുഖം കുറയും, ചേട്ടൻ പോകണം എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഫോൺ നമ്പർ തരുന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നു. ഞങ്ങൾ 2 പേരും കൂടി അവിടെ പോകുന്നു. കാറിനാണ് പോയത്. കാരണം ബസ്സിലൊന്നും കയറി ഇറങ്ങി പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല, അത്ര മോശമായൊരവസ്ഥ. അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ വലിയ തിരക്കൊന്നുമില്ല, എങ്കിലും വെരിക്കോസ് വെയിനുള്ള നല്ല ചികിത്സ ഉണ്ട് എന്ന് 1-2 ആളുകൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറയുകയും ചെയ്തു. എന്തായാലും ഡോക്ടറെ കണ്ടു, ഒരു ലേഡി ഡോക്ടറെ കണ്ടു സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ ആദ്യമേ പറയുന്നത്, ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ആഹാരപഥ്യം നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം മരുന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നോക്കിക്കോളാം. ഞങ്ങൾ ഒരുപാട് നാളായല്ലോ ചികിത്സ തുടങ്ങിയിട്ട്, ഒരുപാട് വേദന അനുഭവിച്ചു, എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചോളാം എന്നുള്ള വ്യവസ്ഥയിൽ രക്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഫീസ് അടച്ചു. ഒരുപാട് ഫീസൊന്നുമില്ല കേട്ടോ. ഫീസ് അടച്ചു, രക്തമെടുത്തു, 15 ദിവസത്തേക്കുള്ള മരുന്നും തന്നു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത ബ്രാഞ്ച്, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ബ്രാഞ്ച് എന്ന് പറയുന്നത് തൊടുപുഴയാണ്. ആ തൊടുപുഴ ചെന്ന് അവിടെ ഒരു നല്ല ഡോക്ടറുണ്ട്, ഡോക്ടർ രേവതി, അവരെ കാണണം. ഇനിയുള്ള ബാക്കി ചികിത്സകൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോന്നു. തീർച്ചയായിട്ടും 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുന്നു, ഡോക്ടർ രേവതിയെ കാണുന്നു. ഞങ്ങൾക്കുള്ള ചികിത്സ ആരംഭിക്കുകയാണ്. പരിശോധനയിൽ നിന്നും കിട്ടിയ അറിവനുസരിച്ചുള്ള ചികിത്സ ആരംഭിക്കുമ്പോൾ രേവതി ഡോക്ടർ പ്രത്യേകമായിട്ട് പറഞ്ഞു, ആഹാരപഥ്യം കൃത്യമായിരിക്കണം, എങ്കിൽ മാത്രമേ കുറയുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം സമ്മതിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. ആ മടങ്ങുമ്പോൾ ഈ കാലിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. 15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെല്ലുന്നു. മരുന്നുകളുടെ എണ്ണം ഒരല്പം കൂടി വർദ്ധിപ്പിച്ചു. എല്ലാം ആയുർവേദമാണ്. ഗുളികകൾ, ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്ന കഷായം തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് കൊടുത്തത്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
കാലിൽ മുറിവുള്ള ഭാഗത്തോ അല്ലെങ്കിൽ കാലിൽ വെരിക്കോസ് വെയിൻ തടിച്ചിരിക്കുന്ന ഭാഗത്തോ ഒരിടത്തും തേക്കുന്നതിന് വേണ്ടി എണ്ണയോ കുഴമ്പോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റോ ഒന്നും തന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ ഡോക്ടറെ ഇങ്ങനെ ഈ ഓയിൻമെൻറ്റും ഈ എണ്ണയോ കുഴമ്പോ തൈലോ ഒന്നും തരാത്തത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഈ 15 ദിവസം കൊണ്ട് അല്പം വേദന കുറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ 2 വട്ടം കഴിഞ്ഞ പ്രാവശ്യത്തെ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേശ്ശെ നമ്മുടെ രോഗം കുറയുകയാണ് ഉണ്ടായത്. അത് നിങ്ങൾക്ക് കാണാം. കുറഞ്ഞ് ഏതാണ്ടൊരു 3 മാസം കൊണ്ട് ആ മുറിവിൻ്റെ 2 ഭാഗവും ഉണങ്ങി വരികയാണ്. വീണ്ടും മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും 4 മാസമായി. ഈ 4 മാസം കൊണ്ട് പൂർണ്ണമായും മുറിവുകളെല്ലാം ഉണങ്ങി. ആ മുറിവുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് കറുത്ത കരയങ്ങോട്ട് മാറിയിട്ടില്ല. മുറിവുകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. സുഖമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങാൻ പാകത്തിന് ഉള്ള നേരിയ വേദന മാത്രമേ ഉള്ളൂ. ആ അവസരത്തിൽ നേരിയ വേദന, ഉറങ്ങാൻ സുഖമായിട്ട്. അങ്ങനെ വേദന കുറഞ്ഞു, മുറി ഉണങ്ങി, ഏതാണ്ട് 90% രോഗം കുറഞ്ഞു എന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ രേവതി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. 3-4 വർഷത്തെ എൻ്റെ അധ്വാനം ആയിരുന്നു എൻ്റെ വീഡിയോസ് VPR കിച്ചൺ എന്ന് പറയുന്ന മീഡിയയിൽ. എനിക്കത് വീണ്ടും ചെയ്യാനൊരു മനസ്സ് തോന്നുകയാണ്. അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കഥകൾ വിവരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ആ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു. പാലായിലെ ഒരു ഡോക്ടർ വളരെ വിവാദപരമായ പരാമർശങ്ങൾ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഏതാണ്ട് കേരളത്തിൻ്റെ 15 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ജോൺ മരിയൻസ് വെൽനസ് ക്ലിനിക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഉണ്ട്. അതിൻ്റെ ഹെഡ് ഓഫീസ് പാലായിലാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ മനോജ് ജോൺസനാണ്. ഞാൻ എൻ്റെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹം പഠിച്ചിട്ടുള്ള ആളാണ്. ഇതാണ് നമ്മുടെ സുപ്രസിദ്ധനായ ഡോക്ടർ മനോജ് ജോൺസൺ. ഒരു രോഗി അവിടെ ചെന്നാൽ, വെരിക്കോസ് വെയിൻ ആയാലും ഏതു രോഗമായാലും അവിടെ ചികിത്സയുണ്ട്. ആ ചികിത്സ ഫലപ്രദമായി അദ്ദേഹം നടത്തിക്കൊണ്ടു പോകുന്നു. അദ്ദേഹത്തിന് ഒരു 100 വയസ്സ് ചികിത്സിക്കാനുള്ള ആയുസ് കൊടുക്കണേ എന്ന് മാത്രമേ ജഗദീശ്വരനോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് തൊടുപുഴത്തെ നമ്മുടെ വെൽനസ് ക്ലിനിക്കും അതുപോലെ തന്നെ രേവതി ഡോക്ടർ, അതുപോലെ തന്നെ തൊടുപുഴയിലെ ചികിത്സാ രീതികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എല്ലാം അടുത്ത വീഡിയോയിലുണ്ടാകും. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, അന്ന് മുതൽ ഇന്ന് വരെ ഈ 4 മാസം കൊണ്ട് ഒരു 10-20 പേർക്ക് ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എൻ്റെ ഭാര്യയ്ക്കുണ്ടായിട്ടുള്ള ഈ രോഗം തൊടുപുഴയിലെ അല്ലെങ്കിൽ പാലായിലെ ഈ ആശുപത്രിയുടെ ചികിത്സ കൊണ്ട് ഭേദമായി കഴിഞ്ഞു. ഈ രീതിയിൽ തുടക്കം മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ വെരിക്കോസ് അൾസറിൻ്റെ തുടക്കമെന്നും എങ്ങനെയാണ് ഈ അൾസറിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കുറഞ്ഞു വരുന്നതെന്നും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു 10-20 പേർക്ക് ഫോൺ നമ്പർ കൊടുത്ത് അവരൊക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ ചികിത്സാ രംഗത്ത് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ
ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് കൂടുതലായി ജനങ്ങൾക്ക് അറിയുവാനും ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഡോക്ടറെ സംബന്ധിച്ച് രേവതി ഡോക്ടറെ സംബന്ധിച്ച് ചികിത്സിക്കാൻ അറിയാവുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല ഒന്നാന്തരം ഒരു ആതുരാലയമാണ് എന്ന് ആധികാരികമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.